വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോകുന്ന ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ +2 തുടങ്ങിയുള്ളൊരു ഗ്യാങ്ങാണ്, +2 ഗ്യാങ്ങാണ്. നമ്മളിപ്പോഴും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും ഞാൻ ആലോചിക്കും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്യും, കാണണം, സംസാരിക്കണം. പക്ഷെ ഇതുവരെ ഞങ്ങൾ പ്ലാനിങ് മാത്രം ഉണ്ടായിട്ടുള്ളൂ, ഇതുവരെ നമുക്കൊന്നും നടന്നിട്ടില്ല. ഇത്തവണ ഞങ്ങൾ ഉറപ്പിച്ചു എന്തായാലും കാണണമെന്ന്. എല്ലാവർക്കും ഫാമിലിയായി ഓരോരോ തിരക്കുകളാണ്. പക്ഷെ നമ്മുടെ തിരക്കുകളൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് കൂട്ടുകൂടുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാൻ ഞാൻ ഒരുപാട് ലാഗടിപ്പിക്കുന്നില്ല. ആലുവയിലുള്ള പച്ചമുളക് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലം. നമുക്ക് നല്ല സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാനും എല്ലാം കൊണ്ടും നല്ലൊരു നൈസ് പ്ലേസ് തന്നെയായിരുന്നു ആലുവയിലെ പച്ചമുളക്. ഒരുപാട് നാളെത്തി കണ്ട ഞങ്ങളെക്കാൾ സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടിപ്പട്ടാളങ്ങൾക്ക്. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല, അവരപ്പോഴത്തേക്കും പുതിയൊരു ഗ്യാങ് തന്നെ അങ്ങ് രൂപീകരിച്ചു. കുട്ടിപ്പട്ടാളം അവരുടെ ലോകത്ത് പിന്നെ സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങി കേട്ടോ. എത്ര പെട്ടെന്നാണ് ഞങ്ങൾക്കൊരു തള്ള വൈബായത്. എല്ലാവരും അമ്മമാരായി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയി. എങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കുട്ടിത്തരം ഞങ്ങൾക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളികൾ വന്നു. വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നമുക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ല. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ അൽസാജിലേക്ക് പോയി. താടിക്കാരൻ ചേട്ടൻ വന്ന് ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ലഞ്ചിൻ്റെ ടൈം ആയത് കാരണം കൊണ്ട് അൽസാജിൽ നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു കേട്ടോ. കുട്ടിപ്പട്ടാളം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മന്തി അങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ് ഓർഡർ ചെയ്തത്. അത് പിന്നെ നിഫീൻ സിൽജയും കൂടി അങ്ങ് കഴിച്ചു. പിന്നെയുള്ള കാത്തിരിപ്പായിരുന്നു ഞാനും നിമയും ഞങ്ങളുടെ ഫുഡിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറായിരുന്നു കേട്ടോ. ഗ്രീഷ്മ മീൽസും ഓർഡർ ചെയ്തു. ഏതാണ്ട് വിഴുങ്ങിയ അവസ്ഥയായിരുന്നു എനിക്ക് നിമയ്ക്കും. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തത് അൻസിയാണ്. അൻസിക്ക് വരാൻ പറ്റിയില്ല. സത്യം പറഞ്ഞത് ഇത് വളരെ രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ വീണ്ടും കുട്ടികളായ പോലെ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.